പക്ഷെ എനിക്ക് മൂന്നാം ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റില്ലാതെ ഉറക്കം ശരിയായി. ശരീരത്തിന്റെ വിറയലെല്ലാം മാറി. എനിക്ക് നടക്കാൻ പറ്റി. ഇപ്പൊ 8 ദിവസമായപ്പോഴത്തേക്കും ശരിക്കും 9 മാസമായിട്ട് കിടന്ന കിടപ്പിൽ എന്ന് പറഞ്ഞ കണക്ക് ആയതായിരുന്നു. കൈക്ക് വേദനയും ഷോൾഡർ പെയിനായി. അത് കഴിച്ചിട്ട് എഴുന്നേക്കാൻ പറ്റില്ലാതെ രാത്രി മൊത്തം ഉറക്കമില്ല. പകല് മുഴുവൻ ഉറക്കവും എഴുന്നേക്കാൻ പറ്റില്ലാതെ അവശതയായി കിടന്നു. ഒന്നുകൂടി അവശതയായതല്ലേ നടന്നു. അങ്ങനെ കിടന്നുകൊണ്ടിരുന്നപ്പോഴാണ് ഒരു ദിവസം ഈ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സാറിന്റെ VOP കുറിച്ചും ഇതിനെക്കുറിച്ചും അറിയണേ. ഉടനെ നമ്പർ സെലക്ട് ചെയ്ത് ഞാൻ ഒരു മുദ്ര തെറാപ്പിയുടെ ഒരു പുസ്തകം വാങ്ങി. അതിൽ നിന്ന് കുറെ ഇതെല്ലാം മനസ്സിലാക്കിയെങ്കിലും എനിക്ക് അടിസ്ഥാനമായിട്ടൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് ചെയ്തില്ല. അപ്പൊ ഇത് ജോയിൻ ചെയ്യണം എന്നോർത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പൈസയുടെ കുറവുകൊണ്ട് ഞാൻ അന്നേരം അത് വേണ്ടെന്ന് വെച്ചു. ഞായറാഴ്ചത്തെ ഉള്ള ഒരു 3 ആഴ്ച ഞാൻ ആ ഫ്രീ മെഡിറ്റേഷന് കയറി. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു മനസ്സിനൊരു തോന്നി, സത്യം പറഞ്ഞാൽ ഇത് ഒന്ന് പരീക്ഷിച്ച് നോക്കാം ഇതും കൂടെ എന്ന ഓർത്താണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വന്ന് ജോയിൻ ചെയ്തതും ഇത്. പക്ഷെ എനിക്ക് മൂന്നാം ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റില്ലാതെ ഉറക്കം ശരിയായി. ശരീരത്തിന്റെ വിറയലെല്ലാം മാറി. എനിക്ക് നടക്കാൻ പറ്റി. ഇപ്പൊ 8 ദിവസമായപ്പോഴത്തേക്കും ശരിക്കും എനിക്ക് കിടക്കണ്ട, പകല് ഞാൻ കിടക്കാതെ തന്നെ രാത്രിയിൽ ഭംഗിയായിട്ട് ഉറങ്ങുകയും, അതുപോലെ പെടലി വേദന എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് വരെ ഭാരം കയറുന്ന വേദനയായിരുന്നു. അതുപോലെ തന്നെ കഴുത്തിന്റെ ഞരമ്പിന് 2 തലവണ വെച്ചിട്ട് ചാരി കിടന്ന് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഞാൻ 8-10 ദിവസമായപ്പോഴത്തേക്കും എല്ലാം കളഞ്ഞ് മനസ്സ് ഫ്രീ ആയി. പകലൊരിക്കൽ പോലും ഞാൻ കിടന്നില്ല. എനിക്ക് മനസ്സുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്, എൻ്റെ ശരീരം കൊണ്ട് ഹാപ്പിയാണ്. എല്ലാം കൊണ്ടും ഞാൻ എന്താ എനിക്ക് പറഞ്ഞിട്ട് നമ്മുടെ ചക്ര മെഡിറ്റേഷനകത്ത് കിട്ടിയ അനുഭവം ഒന്നും പറയണ്ട. എനിക്ക് അത്രയ്ക്കും നല്ല ഇത് ഈ നമുക്ക് കിട്ടാത്ത ഒരു സുഖം ഇത് കിട്ടും.